ഹായ്. അപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞു, അങ്ങനെ ഹോസ്റ്റലിലെത്തി. ഇതാണ് ഇപ്പോഴത്തെ റൂമിൻ്റെ അവസ്ഥ. ഇതാണ് എൻ്റെ ബെഡ്. വന്നപ്പോൾ മൊത്തം പൊടിയായിരുന്നു. മൊത്തം പൊടി എന്ന് വെച്ചാൽ എങ്ങനെയാണെന്നറിയോ, ഫുൾ പൊടി. അതായത് നിറച്ച് പൊടി. ഇവിടെ ഫാനൊക്കെ അടിച്ച് തൂത്തിട്ടുണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ, അതുകൊണ്ട് അത് വലിയ പണിയില്ലാണ്ടായി. നിറച്ച് പൊടിയായിരുന്നു. ഫുൾ പല്ലിക്കാട്ടും എലിക്കാട്ടായി ഫുൾ കച്ചറായിരുന്നു. എല്ലാം കൂടെ ഒന്ന് ഒതുങ്ങി ഇപ്പം ഒന്ന് വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ നാളെ ക്ലാസ് ഇല്ല. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാനിന്ന് കോഴിക്കോട് നിന്ന് കാസർഗോഡ് വരെ വരിക. മറിച്ച് കാസർഗോഡ് വരെ വന്നു ഞാൻ. അതും എൻ്റെ അച്ഛനമ്മയും കൊണ്ടാക്കിയതാണ് കാറിൽ. എന്നിട്ട് എനിക്ക് 2 ദിവസം കഴിയുമ്പോൾ തിരിച്ച് പോവുകയും വേണം. എന്നിട്ട് ഞാൻ വന്ന് എന്നിട്ട് ഇപ്പം അറിയുന്ന എനിക്ക് നാളെ ക്ലാസ്സില്ല. നാളെ ക്ലാസ്സില്ല. ഞാൻ എന്തിനു വന്നു? ഇന്ന് മൊത്തം മഴയായിരുന്നു. മഴയായതുകൊണ്ടാണ് ക്ലാസ്സിലായിരുന്നു. അപ്പോൾ സോ ട്രാജിക്. ഇനിയിപ്പോൾ ഞാൻ മറ്റന്നാൾ നിൽക്കണം. ഞാനില്ലേ, എനിക്ക് എൻ്റെ ബ്രദറ് ഒരു ചെടി തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തൊന്നും കാണാൻ പറ്റുന്ന ഒരു ചെടിയല്ലത്. എനിക്ക് ആ ചെടിയിലേക്ക് ഓരോ പ്രാവശ്യം നോക്കുമ്പോൾ എനിക്ക് ഒരു ചെറിയൊരു അത്ഭുതം. അതൊരു കാർണിവറസ് പ്ലാന്റ് ആണ്. നിങ്ങൾ കണ്ടുണ്ടാവും. നമ്മൾ ഈ 10ാം ക്ലാസ്സിലെ ബയോളജി ചിത്രത്തിലും 10ാം ക്ലാസ്സിലായിരുന്നു ബയോളജി ബുക്കിലൊക്കെ കണ്ടോ? ആ ചെടി കാണുമ്പോഴൊക്കെ ഒരു അത്ഭുതമാണ്. അതൊന്ന് ആലോചിക്കുക, ഒരു ചെടി അതിങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് എന്നൊക്കെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ തിന്നും. അങ്ങനെ തിന്നും എന്നല്ല, എന്തുകൊണ്ടോ അതിൻ്റെ ആ സാഗിൽ വീഴുന്ന സാധനങ്ങളൊക്കെ അത് എങ്ങനെയോ തിന്നും. അതിൻ്റെ സയൻറ്റിഫിക് കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ആ പ്ലാന്റിൻ്റെ പേരാണ് പിക്ചർ പ്ലാന്റ്. എനിക്കിഷ്ടമായി. ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ച പേര്. ഞാൻ വിചാരിച്ചത് പിക്ചറാണെന്നാ, ചിത്രം, ഫോട്ടോ. പിക്ചർ എന്നാ. ഇറ്റ്സ് നോട്ട് പിക്ചർ, ഇറ്റ്സ് പിക്ചർ. കൊള്ളാം. നാളെ ക്ലാസ്സില്ല. നാളെ എന്താ പരിപാടി? ഒരു പരിപാടിയില്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കും. നാളെ മിക്കവാറും മഴയായിരിക്കും. പക്ഷെ ചിലപ്പോൾ ലീവ് തന്നുകൊണ്ട് ചിലപ്പോൾ മഴ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. എന്തൊക്കെ ആയാലും എന്നാലും ക്ലാസ്സില്ലാത്ത, സത്യം പറഞ്ഞാൽ ക്ലാസ്സില്ലാത്തതിൽ എനിക്ക് വിഷമമുണ്ടോ? ഇല്ല. പക്ഷേ സന്തോഷമുണ്ടോ? ഇല്ല. കാരണം ഞാൻ ഇത്രയും ദൂരം വന്ന വെറുതെ ആയില്ലേ. അല്ലേ, അച്ഛനമ്മ എന്നോട് കുറേ പറഞ്ഞേക്ക് പോകണ്ട, തിങ്കളാഴ്ച പോവാന്ന്. ഞാൻ കേട്ടില്ല. എനിക്ക് അഹങ്കാരം. വന്ന് പട്ടിപ്പണി റൂമിൽ അത്രയും എലിക്കാട്ടെ, ഫുൾ എലിക്കാട്ടെ. എൻ്റെ ഒരു കൂടെയുള്ളൊരു കുട്ടീൻ്റെ ബെഡ് പോയി. ആ ബെഡിൽ മൊത്തം എന്തോ കലയൊക്കെ ഉണ്ട്, വെള്ളം വീണ പോലെ. എലിമൂത്രമാവാനാണ് ചാൻസ്. വല്ല പനിയും വന്നാലോ വിചാരിച്ചാൽ അവൾ ആ ബെഡ് മാറ്റി. അവൾ ആ ബെഡ് കളയാം, പുതിയ ബെഡ് വാങ്ങാം. ബട്ട് എങ്ങനെയില്ല ഈ റൂമിൽ കയറുന്നത് മനസ്സിലായത്. അയാൾ കുറ്റിയിട്ടിട്ടാണ് പോയത്. പിന്നെ മേലൊരു ഹോളുണ്ട്, എയർ ഹോള്. അത് പക്ഷെ നെറ്റ് വെച്ച് അടച്ചു കഴിഞ്ഞതാണ്. പിന്നെ എങ്ങനെ വന്നു എന്നാണ് സംശയം. ആർക്കറിയാം. അപ്പം അതൊക്കെ അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ മറ്റന്നാൾ ക്ലാസ്സിൽ പോയിട്ട് അന്നത്തെ വിശേഷം പറയാം. ബൈ.